സൺഡേ സ്പെഷ്യൽ. അപ്പം അതെ, ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ പോർക്കാണ് കേട്ടോ. സെക്കൻഡ് ട്രൈമിസ്റ്റർ തുടങ്ങിയ മുതലേ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ വരാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ വന്ന ഒരു ആഗ്രഹമാണ് പോർക്ക്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച വഴിക്ക് തന്നെ ഇവിടെ പോർക്കൊന്നും കിട്ടില്ല. നമുക്ക് ഞായറാഴ്ച മാത്രമേ കിട്ടുള്ളൂ. അതും നമ്മുടെ ഇവിടുത്തെ ടൗണിൽ കിട്ടില്ല കേട്ടോ. ഒരു 10 കിലോമീറ്റർ പോയിട്ടാണ് ഏട്ടൻ രാവിലെ പോയിട്ട് പോർക്ക് മേടിച്ചു തന്നു. അമ്മയാണ് കേട്ടോ പോർക്ക് വെക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നല്ല മുളകും മല്ലിയും വറുത്തിട്ട് ഈ പോർക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടി ഉപ്പും കൊണ്ട് തിരുമ്മിയിട്ട് നന്നായിട്ട് കൈയോട് തിരുമ്മിയിട്ട് പോർക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ പോർക്കും കൂടിയിട്ട് നന്നായിട്ട് കുഴച്ച് പിടിപ്പിക്കും കേട്ടോ. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കും. ഇനി ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്തു. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ അതിലേക്ക് സവാള ആഡ് ചെയ്യും. സവാള ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സവാള വാടി വരുമ്പോൾ നമ്മളിതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. എന്നിട്ട് ഈ മസാലയുടെ ഈ പച്ചമണം പോയി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് തക്കാളി ആഡ് ചെയ്തിട്ട് അതൊരു പേസ്റ്റ് പോലെ ആക്കും. നമ്മൾ വേവിച്ച് വെച്ച പോർക്ക് ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. കുറുകി വരുമ്പോൾ നമ്മളിതേ മല്ലിച്ചപ്പ് ഇടും. ഇനിയാണ് കേട്ടോ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കനലിലുണ്ടല്ലോ ഈ പോർക്ക് ഇങ്ങനെ പതുക്കെ കിടന്ന് കുറുകി വരണം കേട്ടോ. എന്നാ ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഞായറാഴ്ചയായിട്ട് സ്പെഷ്യൽ കപ്പ, ചീരത്തോരൻ, പിന്നെ അതേപോലെ നമ്മുടെ പോർക്ക് അച്ചാർ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഞായറാഴ്ചത്തെ ഫുഡ് കഴിച്ചു കേട്ടോ. കപ്പയും പോർക്കും